ഉള്ളത്. ഇവിടുത്തെ സന്ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെയാണ്. പിന്നെ ടിക്കറ്റ് രാത്രി 10 മണി വരെ കൊടുക്കുള്ളൂ. ഒരു ടിക്കറ്റിൻ്റെ ഫെയർ എന്ന് പറയുന്നത് 250 രൂപയാണ്. പല സ്റ്റാളുകളിലേക്ക് ഉള്ള യാത്രയിലേക്ക് നമ്മൾ പോവുകയാണ്. ഓരോ സ്റ്റാളിലെയും കാഴ്ചകൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുവരാം. നമ്മുടെ ഫോട്ടോയിലെ ഒരു സ്റ്റോളിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സുളിമാനൂരുള്ള നമ്മുടെ ഹാഷിം ബ്രോ, പേര് ഹാഷിം ബ്രോ ആണ്. ഇവിടെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് കണ്ടത് തലശ്ശേരി ദം ബിരിയാണി. നമുക്ക് വല്ലാത്തൊരു അഡിക്ഷനാണ് തലശ്ശേരി ബിരിയാണി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസാണ് ഇവിടെ ഓൾമോസ്റ്റ് അവൈലബിൾ എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഏതൊക്കെ ദിവസങ്ങളിലാണ് തിരക്ക് എന്നൊക്കെ ഒന്ന് നമുക്ക് ഇതിലൂടെ അനുഭവങ്ങൾ എന്താണെന്നുള്ളത് ഒന്ന് തിരക്കുന്നു. ഓക്കെ, അറിയോ ബ്രോ, ഏതൊക്കെ ദിവസങ്ങൾ എങ്ങനെയാണ് നിങ്ങളിപ്പോൾ എത്ര ദിവസമായി? ഫെബ്രുവരി 15 പറഞ്ഞത്. പക്ഷേ ആള് നമ്മൾ ഉദ്ദേശിച്ച അവർ പറഞ്ഞ ആള് വരുന്നില്ല സന്ദർശിക്കാൻ. ആള് വരുന്നില്ല. അവർ ദിവസം 30,000 40,000 ആൾ ഇത് സന്ദർശിക്കുന്നുണ്ട്. ഇപ്പോൾ വീക്കെൻഡ് മാത്രം, അതായത് സൺഡേ സാറ്റർഡേ സൺഡേ മാത്രം. എന്നാലും അവർ പറഞ്ഞിട്ട് 400 ആളുകൾ വരും. നടന്നു വരുമ്പോഴാണ് നമ്മൾ ചോദിക്കൂ പറയാമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. വളരെ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്താണ് സംഭവം? 4DX ആണ് സംഭവം. അതിനെക്കുറിച്ച് അവർ തന്നെ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. നമ്മൾ 4 സുഹൃത്തുക്കൾ ചേർത്ത് 4DX എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് നടത്തുന്നത്. അതിൽ മുഹമ്മദ് കാറ്ററേഴ്സ്, സാബ കാറ്ററേഴ്സ്, മോഡേൺ ഈവൻസ്, റൊമാൻസ് കാറ്ററിംഗ് എന്നീ സുഹൃത്തുക്കളാണ് ഈ ഷോപ്പ് നടത്തുന്നത്. ഇവിടെ മറ്റുള്ള ഷോപ്പുകളെ അപേക്ഷിച്ച് ഒട്ടനവധി വെറൈറ്റി ഫുഡുകളാണ് ഇവിടെ ചെയ്യുന്നത്. കരിമീനുണ്ട്, നെന്മീനുണ്ട്, കണവയുണ്ട്, കൊഞ്ചുണ്ട്, ഇടിയപ്പം, അപ്പം, പൊറോട്ട, തട്ടാൻകുട്ടൽ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ദം ബിരിയാണി, തട്ടാൻകുട്ടൽ സ്പെഷ്യൽ ബിരിയാണി. തട്ടാൻകുട്ടൽ ബിരിയാണിയിൽ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമ്മുടെ മാത്രം ഒരു സ്പെഷ്യലാണ് തട്ടാൻകുട്ടൽ ബിരിയാണി. ഫസ്റ്റ് വന്നെന്ന് പറയുമ്പോൾ ഹണീബി ഡിവിഷനാണ്. ഹണീബി എങ്ങനെയാണ് സറൗണ്ടിങ്സ് മാറുന്നത്, അതാണ് ഫസ്റ്റ്. ഹണീബി സറൗണ്ടിങ്സ് കാണുന്നത് ഇതേപോലൊരു പിങ്കിഷ് കളറായിട്ടാണ് അതിൻ്റെ സറൗണ്ടിങ്സ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് റെഡ് കളേഴ്സ് ഒന്നും കാണാൻ പറ്റത്തില്ല. റെഡ് കളേഴ്സ് എല്ലാം പിങ്ക് കളറായിട്ടായിരിക്കും ഒരു കാണുന്നത്. ഹണീബി കാണുന്നതാണ് സറൗണ്ടിങ്സ് പിങ്ക് കളറിലാണ് അല്ലേ? അപ്പോൾ അവർക്ക് കാണാൻ പറ്റുന്ന കളേഴ്സ് പറയുന്നത് ബ്ലൂ ഗ്രീനാണ്. ബ്ലൂ ഗ്രീൻ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ആ ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ടാവും. ബ്ലൂവിലാണെങ്കിൽ ഗ്രീനിലാണെങ്കിൽ ആ ഒരു പിങ്ക് ഷെയ്ഡ് അവർക്കുണ്ടാകും. പിന്നെ ഈ ഒരു പിങ്ക് ഷെയ്ഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് കാണാൻ പറ്റും. ഈ യൂബിലേഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പ്ലാന്റ്സ് എന്നൊക്കെ നെക്ടറും പോളനൈസേഴ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഈ യൂബിലേസ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പം അതുകൊണ്ടൊക്കെ ഇങ്ങനെ കുറച്ച് യൂസേജസാണ് ഇവർക്ക് ഈ ഒരു വിഷൻ കൊണ്ടുപോകുന്നത്. പിന്നെ ഈ യൂബിലേസ് കൊണ്ട് തന്നെ ഇവർക്ക് ലാൻഡ് ചെയ്യാൻ ടൈമിൽ ഒരു റൺവേ പോലത്തെ ഒരു പാത്ത് ഇവർക്ക് ആ ഒരു യൂബിലേസ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊരു ഹ്യൂമൻസിലേക്ക് കാണുന്നത് ഒരു പിങ്ക് ഷെയ്ഡിനകത്തായിരിക്കും. ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ടാകുന്നത് ജസ്റ്റ് കാണിച്ചാൽ ജസ്റ്റ് നമ്മൾ വാച്ച് ചെയ്താൽ അപ്പോൾ ഞാൻ കാണിച്ചാൽ അടുത്ത സെക്ഷനാണ് കാറ്റ്സിനേഷൻ. കാറ്റ്സിനേഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു ഗ്രീനിഷ് കളറേഷനാണ് കാറ്റ്സിൻ്റെ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റെഡ് കളേഴ്സ് ഗ്രീൻ ആയിട്ടായിരിക്കും കാണുന്നത്. ഇവിടുത്തെ ഗ്രീൻ കാണാൻ പറ്റും. ബട്ട് ഇവർക്ക് റെഡ് കളേഴ്സ് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത് ഗ്രീൻ ആയിട്ടായിരിക്കും കാണുന്നത്. ഓക്കെ, പിന്നെ ഒരു ഭൂരിഭാഗം ആനിമൽസ് വെച്ച് നോക്കിയാൽ ക്യാറ്റ്സിൻ്റെ വിഷനാണ് ഏറ്റവും ക്ലിയറസ്റ്റ് വിഷൻ എന്ന് പറയുന്നത്. ഈവൻ നൈറ്റ് വിഷൻ എടുത്താൽ പോലും ഡോഗ്സിനേക്കാൾ ബെറ്റർ നൈറ്റ് വിഷൻ ക്യാറ്റ്സിനാണ്. നൈറ്റ് വിഷൻ എടുത്താൽ പോലും ഡോഗ്സിനേക്കാൾ ബെറ്റർ നൈറ്റ് വിഷൻ കാണുന്നത് ക്യാറ്റ്സിനാണ്. ഒരു ഹ്യൂമനെ കണ്ട ഇതേപോലെ ഒരു ഗ്രീനിഷ് കാണില്ലാത്ത ഒരു ഹ്യൂമൻസിനെ ആ ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ടാവും. കാരണം ഗ്രീനിഷ് വിഷൻ ആയതുകൊണ്ട് തന്നെ ഇവർ കാണുന്ന സാധനങ്ങൾക്ക് ആ ഒരു ചെറിയൊരു ഗ്രീൻ ഷെയ്ഡാണ്. വിഷൻ എന്ന് പറയുന്നത് ഇതേപോലെ ഒരു വിഷനാണ്. ഈ വിഷനായതുകൊണ്ട് ക്ലിയർ വിഷനാണ്. അവർക്ക് അത്ര ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റും. ഒരു ടീമൊക്കെ കാണുവാണെങ്കിൽ പോലും അവർ ജസ്റ്റ് അവർ ഹീറ്റ് മാത്രമേ ഡിറ്റക്ട് ചെയ്യത്തുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ജസ്റ്റ് ഒന്ന് നോക്കുള്ളൂ. അവർക്ക് ഇതേപോലെ ഹീറ്റാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് ആയാലും അവർക്ക് കാണാൻ പറ്റും. രാത്രിയാണെങ്കിൽ പോലും ഓരോ ഒബ്ജക്റ്റിന് ഹീറ്റ് ഡിറ്റക്ട് ചെയ്തിട്ട് കാണുന്നതുകൊണ്ട് തന്നെ രാത്രിയാണെങ്കിൽ അവർ കാണുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ പട്ടികളെ കുറിച്ചാണ് വിഷൻ. നെക്സ്റ്റ് ഒന്ന് ഡോഗ്സ്.
ഡോഗ്സിൻ്റെ വിഷയം എന്ന് പറയുമ്പോൾ പറയാം ഒരു ഗ്രീനും യെല്ലോയും മിക്സ് ആയിട്ടുള്ള ഒരു ഡാർക്ക് കളർ ഷെയ്ഡിനകത്താണ് ഡോഗ്സിൻ്റെ വിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ലോങ് സൈറ്റ് ഭയങ്കര ഡാർക്കായിട്ടായിരിക്കും. ഇപ്പോൾ ഒരു ദൂരമുള്ളൊരു മനുഷ്യനാണെങ്കിൽ അവർ കാണുന്നത് ഒരു ബ്ലാക്ക് കളർ ഫിഗറായിട്ടായിരിക്കും. ഇവർക്ക് പിന്നെയുള്ളൊരു ഷോർട്ട് സൈറ്റ് അത്ര ക്ലിയർ വിഷൻ അല്ലെങ്കിലും അവർക്ക് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ഓക്കെ. പിന്നെ ഇവർ ദൂരെയുള്ള സാധനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മനുഷ്യനാണെങ്കിലും ഇവർ സെൻസ് ചെയ്യുന്നത് അവരുടെ സ്മെല്ല് ഒരു ഹ്യൂമൻ ആണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്മെല്ലാണ്. അപ്പോൾ ഇവർ ആ സ്മെല്ല് വെച്ചിട്ടാണ് ഇവർ മനസ്സിലാക്കുക തിരിച്ചറിയാം. അപ്പോൾ ഇതൊരു സെൻട്രൽ സ്മെല്ല് എന്ന് പറയുമ്പോൾ 12 മൈൽസ് ദൂരം വരെ ഇവർക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ ആ 12 മൈൽസ് എത്രയാണെന്ന് അറിയില്ലാന്നുണ്ടെങ്കിൽ ഒരു കിലോമീറ്റേഴ്സിനകത്തേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 18 to 19 കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് വരുന്നത്. ഓക്കെ. അണ്ടർ വാട്ടർ ഒരു സ്മെല്ല് ചെയ്യാൻ പറ്റും. അണ്ടർ വാട്ടർ എന്ന് പറയുമ്പോൾ ഒരു 20 മീറ്റർ വരെ അണ്ടർ വാട്ടർ ഒരു 20 മീറ്റർ വരെ സ്മെല്ല് ചെയ്യാം. ഒരു മെയിൻലി മുകളിലാണ് നമുക്ക് 18 to 19 കിലോമീറ്റർ. പിന്നെ നമ്മളൊന്ന് അവിടെ ഹ്യൂമണിനെ ഒരു കാണുന്നത് ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡായിട്ട് ബ്ലാക്ക് കളർ ഒരു ഫിഗറായിട്ടായിരിക്കും കാണുന്നത്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. ഓക്കെ. ലോങ് റേഞ്ച് ഇവർക്ക് എപ്പോഴും ആ ഒരു ഡാർക്ക് ഷെയ്ഡായിട്ടായിരിക്കും കാണുന്നത്. ബട്ട് അടുത്തേക്ക് വരുമ്പോൾ കുറച്ച് ഇവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണുന്നത്. അത്ര ക്ലിയറായിട്ടായിരിക്കില്ല കാണുന്നത്. ബട്ട് എന്നാലും ഇവർക്ക് കുറച്ചുകൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒച്ചിൻ്റെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് പലർക്കും ഉള്ളൊരു സംശയമാണ്. ഇതിന് കണ്ണുണ്ടാകും കാണാൻ പറ്റുന്നത് പലർക്കും ഉള്ളൊരു സംശയമാണ്. പിന്നെ പലരും ഈ ഒരു സംഭവത്തിന് ആൻറ്റിനായിട്ടായിരിക്കും. അതായത് സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ഐബോൾസ്, ഇതുമാണ് അതിൻ്റെ ഐബോൾസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ പിന്നെ അതാണ് അതിൻ്റെ കണ്ണ്. ഇതിന് നമ്മൾ ഐസ്റ്റിക്ക് എന്ന് വിളിക്കും. കാരണം ഈ ഒരു ഐസ്റ്റിക്കാണ് അവിടെ ഐബോൾസിന് അവിടെ ഹോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഐസ്റ്റിക്ക് എന്ന് വിളിക്കും. ഓക്കെ. ഇതിൻ്റെ വിഷനിലോട്ട് വന്നു കഴിയുമ്പോൾ ഇത്രയും ബ്ലേഡായിട്ടുള്ള വിഷനാണ്. ഒട്ടുമില്ല. അതായത് ഇവർക്ക് അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാന്നല്ലാണ്ട് അവർക്ക് അത്ര ക്ലിയർ ആയിട്ടൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സ്നെയിൽസ് ആണെങ്കിലും എന്താണെങ്കിലും സ്നെയിൽസൊക്കെ വളരെ പതുക്കെ പോകണം. നമ്മളിപ്പോൾ ഒരു ഒച്ചി പോകണത് ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ പതുക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒച്ചിനെ പോലെ നടക്കുന്നതൊക്കെ പറയുന്നത്. ഈ ഒരു ഒച്ചി പോകുകയാണെങ്കിൽ തന്നെ അത് ഭയങ്കര കയ്യെ പോവുകയും എന്തെങ്കിലും ഒബ്ജക്റ്റ് തട്ടുമ്പോഴേക്കാൾ തിരിച്ചു. ബട്ട് വേറെ ഏതൊരു animal-ാണ് വേറെ ഏതൊരു ജീവികളെടുത്താലും അങ്ങനെയല്ല. അതായത് ആ ഒരു പോകുന്ന ഒരു ഒബ്ജക്റ്റ് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് തിരിഞ്ഞു പോകും. ബട്ട് കൊച്ചിൻ്റെ കേസ് മാത്രം അങ്ങനെയല്ല. കൊച്ചിന്ന് പറയുമ്പോൾ നേരെ പോകും. ആ ഒരു ഒബ്ജക്റ്റിൽ തട്ടുമ്പോഴായിരിക്കും എനിക്ക് മനസ്സിലാവുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അവർ തിരിഞ്ഞു പോകും, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മണ്ടേ കൂടെ കാണാം. അങ്ങനെയാണ് കൊച്ചി സാധാരണ മനസ്സിലാവില്ല. അതിന് ഇത്ര എടുത്തോന്ന് വെച്ചാൽ അവിടെ എന്തൊരു സാധനം ഉണ്ടെന്നല്ലാണ്ട് അവർക്ക് അതെന്താണെന്നുള്ള ഐഡൻറ്റിറ്റി അവിടെ ഒരു കാഴ്ച ഉണ്ടാവും. നമ്മളിപ്പോൾ ഈ ഫോണിൽ നിന്ന് മൊത്തത്തിൽ എത്ര കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. കുറേ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്കും അറിഞ്ഞൂടാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പറയുന്നതിൽ വെച്ചിട്ട്. അത് ഞാൻ പ്രത്യേകിച്ച് സ്പെഷ്യൽ താങ്ക്സ് പറയണം. ഏതൊക്കെയാണ് നമ്മൾ കണ്ടത്? നമ്മളിപ്പോൾ കണ്ടതിൽ ആദ്യം കണ്ടത് നമ്മൾ ഹണീബിയുടെ വിഷനാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്നത് ക്യാറ്റ്സിനകത്തേക്കാണ്. ക്യാറ്റ്സിൻ്റെ വിഷനെ പറ്റി നമ്മൾ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതെ സ്നേക്സിൻ്റെ വിഷയം സംസാരിച്ചിട്ട് നമ്മൾ പിന്നെ ഡോഗ്സിനകത്തേക്കാണ്. ഡോഗ്സിൻ്റെ വിഷനെ പറ്റി സംസാരിച്ചു. ഞാൻ സംസാരിച്ചു അതിൻ്റെ ഒരു സെൻസ് ഓഫ് സ്മെല്ലിനെ പറ്റിയിട്ടും ചെറിയൊരു ഇത് നമ്മൾ സംസാരിച്ചിട്ടാണ് പിന്നെ സ്നെയിലാട്ടത്തേക്ക് വന്നത്. കൊച്ചിനകത്തേക്ക് വന്നപ്പോൾ കൊച്ചിനെ കുറിച്ചാണ് ഭയങ്കരമായിട്ട് ഒരു സങ്കടം തോന്നിയ പോലെ. സൈറ്റ് തീരെ ഇല്ലാത്ത സംഭവമാണ്. അത് ഭയങ്കര ഒരു വിഷമം. നമുക്ക് കേൾക്കുമ്പോഴത്തേക്കിങ്ങനെ വിഷമം തോന്നുന്നു. അങ്ങനത്തെ കുറേ അവയർനെസ് നമ്മളെ ഇത്രയും പ്രായം നമുക്കൊന്നും അറിഞ്ഞൂടാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ സംരംഭം നിങ്ങളൊക്കെയാണോ അതിൻ്റെ പിന്നിൽ? അല്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുറകിലും വേറെ ആൾക്കാർ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ശരിക്കും വേറെ ആൾക്കാർ. നമ്മളിവിടെ അടുത്തൊരു സ്റ്റോളിലെത്തി. ഇവിടെ എന്തൊക്കെയാണ് ഒരു ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് കയറി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ബേസിക്കലി മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പറഞ്ഞു. ഓക്കെ. നമ്മളിപ്പോൾ ജെ പവലിയനാണ് നിൽക്കുന്നത്. ഈ പവലിയനിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ പരിമിതികളെ ശാസ്ത്രത്തിൻ്റെ സഹായത്താൽ എങ്ങനെ മറികടന്നു എന്നുള്ളത്. അപ്പം ഒരു 3 സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ടെലിസ്കോപ്പുകളെ പറ്റി, ഒന്ന് ഇന്ദ്രിയ പരിമിതിയെ പറ്റി, ഇന്ദ്രിയ പരിമിതി മറികടന്നതിനെ പറ്റി
ഭിന്നശേഷികളുടെ വികാസം പരിമിതികളെ മറികടന്നിട്ട്. അപ്പോൾ ഈ സെക്ഷനിൽ വരുന്നത് ഇപ്പം പ്രകൃതിയിൽ ഏറ്റവും അധികം കാഴ്ചശക്തിയുള്ള മനുഷ്യന് പരുന്ത്, കഴുകനൊക്കെ പോലത്തെ പക്ഷികളൊക്കെ നമ്മൾ ആ പരിമിതി എങ്ങനെയാണ് മറികടന്നത്? ടെലിസ്കോപ്പുകളിൽ. അപ്പം ഇവിടെ വരുന്ന പ്രത്യേകിച്ച് പിള്ളേരുടെ പലരുടെയും തെറ്റിദ്ധാരണ ഗലീലിയോ ടെലിസ്കോപ്പ് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഗലീലിയോ അല്ല ടെലിസ്കോപ്പ് ഉണ്ടാക്കിയത്. ടെലിസ്കോപ്പ് ഗലീലിയോയ്ക്ക് മുമ്പേ ഉള്ള സാധനം. ഗലീലിയോ അത് വെച്ചിട്ട് വാന നിരീക്ഷണം തുടങ്ങി എന്നതാണ് ഗലീലിയോയുടെ പ്രാധാന്യം. അപ്പം ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പിള്ളേരുടെ മനസ്സിൽ വീണ്ടും ഊട്ടി ഉറപ്പിക്കേണ്ട എന്ന് ഒരു ബോധപൂർവ്വ ചിന്തന പുറത്താണ് അവിടെ ഗലീലിയോ വെച്ച് തുടങ്ങാതിരുന്നത്. കാരണം ഗലീലിയോയും ടെലിസ്കോപ്പും അടുത്തടുത്ത് മാത്രം കാണുന്നത് കൊണ്ടാണ് പലരും ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഗലീലിയോ ആണ് ടെലിസ്കോപ്പ് ഉണ്ടാക്കിയത്. ഫസ്റ്റ് അത് വെച്ച് വാന നിരീക്ഷണം നടത്തിയത് ഗലീലിയോ. അങ്ങനെ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറ്റുക എന്നത് ഒരു ഇൻഡസ്ട്രിയുടെ ഉദ്ദേശം കൂടിയാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ ടെലിസ്കോപ്പുകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ ഒപ്റ്റിക്സിൻ്റെ ഫീൽഡ് പണ്ട് യൂറോപ്പിൽ തുടങ്ങിയിരുന്നത്. ഒരുവിധം കണ്ണാടികളുടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ടെലിസ്കോപ്പുകൾ ഉണ്ടാക്കാൻ അറിയാമായിരുന്നു. 2 ലെൻസ് വെച്ചിട്ട് മാഗ്നിഫൈ ചെയ്തിട്ട് അങ്ങനെ ടെലിസ്കോപ്പുകൾ. ഹാൻസ് ലിപ്പർഷി എന്നൊരു വ്യക്തിയാണ് നമ്മൾ ഗൂഗിളൊക്കെ നോക്കിയാൽ ടെലിസ്കോപ്പിൻ്റെ ആദ്യത്തെ ഉപജ്ഞാതാവെന്ന് പറയാം. പക്ഷേ അദ്ദേഹം ടെലിസ്കോപ്പ് ഉണ്ടാക്കിയെന്നും പറയുന്നത് ശരിയല്ല. കാരണം ആദ്യം പേറ്റന്റ് ഫയൽ ചെയ്തത് ഹാൻസ് ലിപ്പർഷി ആണെന്നാണ് ശരി. ഓക്കെ, ഗലീലിയോയുടെ കാലത്തൊക്കെ ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ലെൻസ് യൂസ് ചെയ്യുന്ന ടെലിസ്കോപ്പ് ആയിരുന്നു. അപ്പം ആ ടെലിസ്കോപ്പിൻ്റെ ഒരു പ്രശ്നം ഈ ലെൻസ് എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ റിഫ്രാക്ട് ചെയ്യുന്നതാണ്. അപ്പം ഓരോ വേവ് ലെങ്തിലെ ലൈറ്റും ഓരോ രീതിയിലാണ് റിഫ്രാക്ട് ആകുന്നത്. അപ്പോൾ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നക്ഷത്രങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പുറപ്പെടുവിക്കുന്ന വെളിച്ചമായിരിക്കില്ല നമ്മൾ കാണുന്ന നിറം. നമ്മൾ ക്രൊമാറ്റിക് അബറേഷൻ എന്ന് പറയും. അപ്പം ആ ഒരു പരിമിതിയെ മറികടക്കാനായത് ന്യൂട്ടൻ്റെ ഡിസൈൻ വന്നപ്പോഴാണ്. ന്യൂട്ടനാണ് റിഫ്ലക്ടർ ടെലിസ്കോപ്പുകൾ ഉണ്ടാക്കിയത്. അപ്പം ലെൻസിന് പകരം മിറേഴ്സാണ് അവിടെ യൂസ് ആകുന്നത്. അപ്പോൾ റിഫ്ലക്ഷൻ യൂസ് ആവുന്നത് കൊണ്ട് തന്നെ ലൈറ്റ് ബെൻഡ് ആകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ക്രൊമാറ്റിക് അബറേഷൻ ഇല്ലാതെ. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ന്യൂട്ടൻ്റെ ഡിസൈനിൻ്റെ തന്നെ ഒരു ഇംപ്രൂവൈസ്ഡ് വേർഷനാണ് ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ. പ്രിൻസിപ്പിൾ മാറിയിട്ടില്ല. ഓക്കെ, പിന്നെ നമ്മൾ കുറേ കാലഘട്ടം വരുമ്പോഴത്തേക്ക് നമ്മൾ സ്പേസ് ടെലിസ്കോപ്പുകളിലേക്ക് കാണും. ചന്ദ്രനിൽ തൊട്ടു എന്നുള്ളൊരു ഫീലുമായി അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അടുത്ത ഈ കാണിച്ചിരിക്കുന്ന സെല്ലുകളെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളോട് ചോദിക്കും. അതായത് നമ്മുടെ സെല്ലിൽ 3D സ്ട്രക്ചറാണ് നിങ്ങൾ കാണുന്നത്. സെല്ലിൻ്റെ ഓരോ പാർട്സ് നമ്മൾ സെൽ ഓർഗനൈസ് എന്നാണ് പറയുന്നത്. ഈ വൈറ്റ് കളർ പാർട്ട് നമ്മൾ സെല്ലിൻ്റെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ കോശമർമ്മം എന്ന് പറയും. അവിടെയാണ് നമ്മുടെ DNA ക്രോമസോംസ് ഉള്ളത്. ആ ചുറ്റുമുള്ള റെഡ് കളർ പാർട്ട് നമ്മൾ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്നാണ് പറയുന്നത്. നമ്മുടെ പ്രോട്ടീൻസ് ലിപ്പിഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെയാണ്. ഈ റെഡ് പാർട്ട് നമ്മൾ മൈറ്റോകോൺട്രിയ എന്നാണ് പറയുന്നത്. നമ്മുടെ ഓർഗോസ സെൽ എന്ന് പറയും. എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയും മേറ്റിനെ പ്രൊഡക്ഷന് സഹായിക്കുന്ന നമ്മുടെ മൈറ്റോകോൺട്രിയ ആണ്. ഈ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്ന ലൈസോസോമുകൾ അല്ലെങ്കിൽ നമ്മുടെ സൂയിസൈഡൽ ബാഗ്സ് എന്ന് പറയും. അവിടെയാണ് നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് മെറ്റീരിയൽസിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിപ്പിഡ്സും പ്രോട്ടീൻസും ഒക്കെ സിന്തസൈസ് ചെയ്യുകയും അതിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നതാണ് ഗോൾഗി ബോഡികൾ. അതിനെയാണ് യെല്ലോ കളറിൽ കൊടുക്കുന്നത്. സോ അങ്ങനെയാണ് സെല്ലിൻ്റെ 3D സ്ട്രക്ചർ എന്ന് പറയുന്നത്. കുട്ടികൾക്കും ഒപ്പം മുതിർന്നവരായ നമ്മൾക്കും അല്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൗതുകകരമായിട്ടുള്ള ഒരു പവലിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു കാലത്ത് നമ്മളെല്ലാം ഭയപ്പെട്ടിരുന്ന, നമ്മൾ ഏറ്റവും പേടിച്ചിരുന്ന നമ്മുടെ ഡിനോസർ കുട്ടൻ സ്കെൽറ്റനാണ്. ഒറിജിനല്ല, ആർട്ടിഫിഷ്യലാണ്. പക്ഷെ കാണാൻ നമുക്ക് ഒറിജിനലായിട്ട് തന്നെ ഒരു ഫീലാണ്. ശരിക്കൊരു ഡിനോസറിനെ കാണുന്നതിൻ്റെ അതിൻ്റെ സ്കെൽറ്റൻ ആണെങ്കിൽ പോലും ഇത്രയും വലിപ്പമുണ്ടായിരുന്നുള്ളതാണ്. വളരെ കൗതുകരമായ ഒരു പവലിനാണിത്. ഏറ്റവും കുട്ടികൾ മുതിർന്നവർ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ച. അടുത്ത പവലിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പം ഇവിടെ ഇവരെന്തൊക്കെയാണ് ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മിസ്റ്റർ അഭിജിത്ത് അല്ലേ പേര് നമ്മളോട് സംസാരിക്കും. ഓക്കെ, ഈ പവലിയൻ എന്ന് പറയുമ്പം ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ചും പിന്നെ അത് കഴിഞ്ഞിട്ട് ഓർഗൻ സിസ്റ്റം അതുപോലത്തെ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളും അതെല്ലാമാണ് ഈ പവലിയനകത്ത് ചുറ്റുമുള്ളത്. അതുപോലെ തന്നെ വേറെയുള്ള ഓർഗാൻസിൻ്റെ എവല്യൂഷൻ കാറ്റഗറിയും അതിൻ്റെ റിലേഷൻ ആംഫിബിയൻസ്, റെപ്റ്റൈൽസ് അതുപോലെയുള്ള റിലേഷൻസിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നു. അവരുടെ ഫോസിൽസാണ് ഇവിടെ കൊടുത്തേക്കുന്ന ഓരോ. ഫസ്റ്റ് നമ്മൾ കാണുന്നത് നമ്മളെ തുമ്പിയാണ് അല്ലേ?
പണ്ട് കാലത്തെ തുമ്പിയാണ്. പണ്ട് കാലത്തെ തുമ്പി. ഇവരെ പറയുന്ന പേര് മെഗാൻഡൂറ എന്നാണ്. ഇവരെന്ന് പറയുമ്പോൾ 3000 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ടൈപ്പ് തുമ്പിയാണ്. ഇവർ നോർമൽ തുമ്പിനെ കാട്ടിയും വളരെ വലിയ സൈസുള്ള ഒരു തുമ്പിയാണ്. ഇവരൊരു വിങ് സൈസ് കഴിഞ്ഞ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ തുമ്പിക്ക് കല്ലെടുക്കാനൊക്കെ പറ്റും കേട്ടോ. തുമ്പിയെ കൊണ്ട് കല്ലെടുക്കുന്നത് ടാസ്ക് അല്ല. ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുക്കാൻ പറ്റുമായിരുന്നു. ഇതിൻ്റെ ഒരു കൈയുടെ സ്റ്റാൻഡ് നമ്മുടെ കൈയുടെ മുട്ട് വരെയുള്ള ലെങ്ത്താണ് ഇതിൻ്റെ വിങ്സിനുള്ളത്. ആ ഇത്രയുണ്ട്. ഇവർ നമുക്ക് കിട്ടിയിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ ഫ്ലൈയിങ് ഇൻസെക്റ്റിൻ്റെ ഒരു ഫോസ്റ്റാണ്. ഈ ഒരു വിഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നത് നമ്മുടെ അഞ്ജലി കുട്ടിയാണ്. ഓക്കെ, എന്താണെന്നുള്ളത് നമ്മൾ അവിടെ നിന്ന് കണ്ടുവന്നപ്പോഴത്തേക്ക് എവല്യൂഷൻ പരിണാമമാണ് നമ്മൾ കണ്ടുവന്നത്. കടലിൽ നിന്ന് ജീവികൾ ആംഫീബിയൻസ് ആയി കരയിലേക്ക് മാറുന്നു. കരയിൽ നിന്ന് അവർ ആംഫീബിയൻസിൽ നിന്ന് റെപ്റ്റൈൽസ് അഥവാ ഉരകങ്ങളായി മാറുന്നു. ഉരകങ്ങളിൽ നിന്ന് ഒരു പക്ഷികളായി മാറും. നമ്മുടെ എവല്യൂഷൻ തിയറി അനുസരിച്ച് ഉരകങ്ങളിൽ നിന്നാണ് പക്ഷികളാവുന്ന എന്ന തിയറീനെ പ്രൂവ് ചെയ്ത ജീവികളാണ് ആർക്കിയോപ്റ്റെറസ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ കോമിക്സിലും സിനിമയിലും ഒക്കെ പറക്കുന്ന ഡൈനോസസിനെ കണ്ടിട്ടുണ്ട്. ഈ പറക്കുന്ന ഡൈനോസസിൻ്റെ ആക്ച്വൽ ഫോസിലിൻ്റെ റെപ്ലിക്കയാണ് ഈ കാണുന്നത്. ഇവരെന്ന് വെച്ചാൽ ഒരു ട്രാൻസിഷൻ ക്ലാസ്, ഇവരൊരു കണക്റ്റിംഗ് ലിങ്കാണ്. അതായത് നമ്മുടെ റെപ്റ്റൈലിനെയും ബേർഡിനെയും കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് റെപ്റ്റൈലിൻ്റെ ഫീച്ചേഴ്സും ഉണ്ട്, ബേർഡിൻ്റെ ഫീച്ചേഴ്സും ഉണ്ട്. റെപ്റ്റൈൽ ആണെന്ന് വെച്ചാണ്, ബേർഡ് ആണെന്ന് വെച്ചാണ്. ഇവരുടെ ഒരു ഹെഡ് പോർഷനൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു റെപ്റ്റൈലിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഷാർപ്പായിട്ടുള്ള ടീത്തുകളുണ്ട്. അതേപോലെ ഇവരുടെ ഹുക്സിൽ നഖങ്ങളുണ്ട്. ഇവർ കാർണിവോറസ് എന്ന് തെളിയിക്കുന്നത് അതുകൊണ്ടാണ്. അതേപോലെ നമ്മുടെ ക്രോക്കഡൈൽസിനെയൊക്കെ പോലെ ഇവരുടെ ആ ഒരു വാല് ടെയിൽ ഭാഗത്തായിട്ട് ഒരു ബോണി ആയിട്ടുള്ള പാട്ടായിരിക്കും. അതേപോലെ അവർക്ക് അവിടെ ഫെദേഴ്സും ഉണ്ട്, വിങ്സും ഉണ്ട്. അത് ഫെദേഴ്സാണ്, അതേപോലെ ഇത് വിങ്സ് ആണ്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവരൊരു പക്ഷിയാണ്. അതുകൊണ്ട് ഇവരൊരു ട്രാൻസിഷൻ ക്ലാസ്സിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഇന്ന് കാണുന്ന എല്ലാ പക്ഷികളുടെയും ആൻസിസ്റ്റേഴ്സ്, അതായത് ഇവരിൽ നിന്ന് എവല്യൂഷൻ സംഭവിച്ചാണ് ഇന്ന് കാണുന്ന എല്ലാ പക്ഷികളും തിയറികൾ പറയുന്നത്. ഇവരുടെ ഈ ഒരു ഫോസിൽ നമ്മുടെ സദേൺ ജർമ്മനിയിൽ നിന്ന് 1861 ആ ഒരു കാലഘട്ടത്തിലാണ് കണ്ടുപിടിച്ചത്. നമ്മൾ എസ്ക്യൂവിൽ പഠിച്ചത്. പ്രൈമേറ്റ്സ് എന്ന് പറയുമ്പോൾ കുരങ്ങന്മാരുടെ വർഗത്തിൽപ്പെട്ട കുറേ അവരുടെ ഇതെന്ന് പറയുമ്പം അവരുടെ കൈകളാണ്. അതുപോലത്തെ ഓർഗനൈസിൻ്റെ കൈകളാണ് എന്ന് പറയുമ്പോൾ ഈ പവലിയൻ എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ച് തന്നെയാണ്. നമ്മുടെ മനുഷ്യ ശരീരവും അതിൻ്റെ ആന്തരിക രഹസ്യങ്ങൾ തന്നെ നമുക്ക് പറയാം. നമ്മുടെ ഉള്ളിലുള്ള അത് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വിഴിഞ്ഞത്തുള്ള ആൽഫിയ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, പവലിയൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കൂടുതലും ഫസ്റ്റിൻ്റെ പോർഷനിൽ എവല്യൂഷൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് അകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇവിടെ MRI സ്കാനിൻ്റെ പ്രത്യേകതയാണ് ആദ്യമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന കൂടുതലും അതൊക്കെയാണ്. പിന്നെ നമ്മുടെ നെർവസ് സിസ്റ്റം ഉണ്ട് ഇവിടെ. പിന്നെ ഹോമിയോസ്റ്റാസിസ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു നോർമൽ ടെമ്പറേച്ചർ. നമുക്ക് ആ ഹോമിയോസ്റ്റാസിസ് ടെമ്പറേച്ചർ നിലനിന്നാലേ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുന്നു കുറയുന്നു നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഹോമിയോസ്റ്റാസിസ് എന്നുള്ള സാധനം ഉണ്ട്. ആ 37 ഡിഗ്രി കൂടുമ്പോഴാണ് നമുക്ക് ടെമ്പറേച്ചർ കൂടുന്നു എന്ന് പറയാം. അത് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അവിടെ ഉണ്ട്. പിന്നെ ഈ പറയുന്നത് നമ്മുടെ ഈ ആക്ടേഴ്സ് ക്യാരക്ടർ ഇതൊരു സ്ത്രീയുടെ സ്കെൽട്ടനാണ്. കാരണം നമുക്ക് ശരിക്കുള്ള സ്കെൽറ്റനാണ് കേട്ടോ. ഇതിനാണ് സ്ത്രീയുടേതാണ്. ഇവിടുത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ അത് ഒറിജിനൽ സാധനം. പിന്നെ ഇവിടുത്തെ ഒരു ഫീമെയിൽ സ്കെൽറ്റനും മെയിൽ സ്കെൽറ്റനും വ്യത്യാസം ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ പെൽവിസ് എന്നുള്ളതാണ്. ഫീമെയിലിൻ്റെ പെൽവിസിൻ്റെ കുറച്ച് വൈറ്റാണ്. ഇതിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓരോ നമ്മുടെ വെബ്സിലായാലും അതിന് സ്പെസിഫൈ ചെയ്തിട്ടുള്ള കുറേ നെയിംസ് ഉണ്ട്. അസുഖം വന്നിട്ടൊക്കെ ആൾക്കാർ സ്കാൻ ചെയ്യാൻ അവർ പറയാറുണ്ട്. അതൊക്കെ ഇവിടെ ലേബിലെടുക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ നമ്മുടെ സ്വന്തം കൂട്ടുകാരുടെ അടുത്തെത്തി തന്നെ പറയാം. ഇത് കണ്ടു നോക്കിയേ, ഒരു വനത്തിൽ ഒരു മിനി വനത്തിൽ, ഒരു ചെറിയ വനത്തിൽ പെട്ട പ്രകൃതിയാണ്. ഇതിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ ആശാന്മാരും കൂട്ടുകാരുണ്ട് കൈ ഇടുവാണ്. മരത്തിലുണ്ട് കേട്ടോ, ഒരാൾ മരത്തിലിരിപ്പുണ്ട്. നമ്മൾ നിൽക്കുന്നത് വേറൊരു പവലിയനിലാണ്. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നും ഇവിടെ ഒരുമാതിരി ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇയാളോടൊന്ന് ചോദിച്ചാൽ
പറഞ്ഞോളെ സി ജി ജി ഓക്കെ പിന്നെ ഓരോ പക്ഷികൾ വീട് അങ്ങനെ അതായത് സിൻടാക്സുകൾ ഫേസിലൂടെ എക്സ്പ്രഷനിലൂടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് അതൊരു മോഡലാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഈ സൈൻ ലാംഗ്വേജിനെ കുറിച്ചൊക്കെ ഇവിടെ പറയും. സിംബാൻസിന് ഫേസിലൂടെയാണ് എക്സ്പ്രഷൻ കൊടുക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. സിംബാൻസികളുടെ എക്സ്പ്രഷനിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെയിൻ ഗുഡാളൻ. കണ്ടെത്തിയ 1960 ലോകത്തിലെ പല രാജ്യങ്ങളുടെ ഭാഷകളാണ് നമുക്കിതിൽ കേൾക്കാൻ പറ്റുന്നത്. ഞാനങ്ങനെ തിരഞ്ഞെടുത്തത് എൻ്റെ മനസ്സിൽ എനിക്ക് മലായി കേൾക്കണമെന്ന് പറഞ്ഞാൽ മലേഷ്യൻ ലാംഗ്വേജ്. അഞ്ചാമത്തേത് എടുത്തത് മലായിയാണ്. തെരിമ കസി. മലായിൽ തെരിമ കസി മീൻസ് താങ്ക് യു. അവസാനം നമ്മൾ ഗുഹയിലും എത്തി. വേണമെങ്കിൽ കുറച്ച് നാൾ ആൾക്കാരുമായിട്ടൊന്നും ഒരു സമ്പർക്കവും ഇല്ലാതെ ഇവിടെയും കുറച്ച് നാൾ വേണമെങ്കിൽ നമുക്കൊന്ന് പോകാം. ചാക്കുകൊണ്ടാണ് കേട്ടോ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ലൈറ്റിങ്ങിൽ തോന്നി വേറെ എന്തോ സംഭവമാണ്. തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. സാധാരണ നമ്മുടെ ചാക്കാണ്, ചാക്ക് വെച്ച് ചെയ്തിരിക്കുന്നത്. കുറച്ച് പച്ചപ്പും ഒക്കെയുള്ള ഒരു പവലിയനാണ്. ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ചരിത്രം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ മാസ്ക് എന്ന് പറയുന്നത് നമ്മൾ കോവിഡ് ടൈമിലാണ് മാസ്ക് ജനകീയമാവുന്നത്, എല്ലാവരും അറിയപ്പെടുന്നത്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്ലേഗ് വന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മാസ്ക് അവിടെ കാണിക്കുന്നു. ജസ്റ്റ് നമുക്കത് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ ഞാൻ പറയുവാണ് ആ മാസ്ക് ഈ പവലിയനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് വരുന്ന സാന്ദ്രയോട് ചോദിച്ചത്. നമ്മുടെ ഫസ്റ്റ് സെഞ്ചുറി ഗ്ലോബൽ ട്രേഡ് റൂട്ട്സ് പറയുന്നുണ്ട്. അതായത് ലാൻഡ് റൂട്ട്സ്, സീ റൂട്ട്സ് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ വാസ്കോഡ ഗാമ വന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഫ്ലാഗിൻ്റെ ഡോക്ടർ യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സിനെ പറ്റി ആ മാസ്കിൽ തന്നെ സ്പൈസസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ആ മാസ്കിലല്ലേ? അപ്പം ഈ കയ്യിൽ വെച്ചിരിക്കുന്ന അത് ആൾക്കാരെ അകറ്റി നിർത്താൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള സ്റ്റിക്കാണല്ലേ? മാസ്കിൽ സ്പൈസസ് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രത്യേകതരം മാസ്കാണ്. നമുക്കൊരു പക്ഷിയുടെ കാക്കയുടെ ഒക്കെ ചുട്ടുപോലെ തോന്നുന്നു, മനസ്സിലായോ? അപ്പോൾ അതിൽ വെച്ചിരിക്കുന്ന സ്പൈസസ് ആണ് നമുക്കറിയില്ലായിരുന്നു. അവിടെ നമ്മൾ നോക്കി ആദ്യത്തെ ഫസ്റ്റ് പാൻഡമിക് ടൈമിലുള്ള മാസ്ക് നമ്മുടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം പിന്നെ പറയുന്നത് നമ്മുടെ സ്പൈസസ് ആണ്. നമ്മൾ മുമ്പ് കാലത്ത് എക്സ്പോർട്ട് ചെയ്തിരുന്ന സ്പൈസസ് പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറയുന്നത് നമ്മുടെ ഇൻഡിഗോ പ്ലാന്റ് ഡൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇൻഡിഗോ എന്ന് പറയുന്ന പ്ലാന്റ്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കുറച്ച് സീഡ്സ് ആണ്. അതായത് നമ്മൾ സീഡ്സ് ഒരുപാട് ഡിഫറെൻറ്റ് യൂസസിന് വേണ്ടി എടുക്കാറുണ്ട്. അതായത് ജ്വല്ലറീസ് ഉണ്ടാക്കാൻ വേണ്ടി, സ്പൈസസിന് വേണ്ടി, മെഡിസിൻസിന് വേണ്ടി, കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. തുളസിയുടെ സീഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. കസ്കസ് പോലെ നമുക്ക് ആദ്യം ഒന്ന് കസ്കസാണ്, തുളസിയുടെ സീഡാണ് അവിടെ ഇരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സംഭവങ്ങളാണ് തുളസിയുള്ളത്. പിന്നെ നമ്മുടെ ഉലുവ, കുരുമുളക്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സ്റ്റോളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഈ ദൈനംദിന ജീവിതം, ഇപ്പോഴത്തെ ഈ ഒരു ഫാസ്റ്റ് ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് റിലേറ്റഡ് ആണ്, ഒരുപാട് പ്രാധാന്യമുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഇവിടെ വന്നിട്ടുള്ള ലെഫ്റ്റ് സ്റ്റാമ്പുണ്ട്, ഈ ടെന്നുണ്ട്, ഈ 2.5. അതുപോലെ GPS മൾട്ടി പാരാമീറ്റർ, വാട്ടർ ക്വാളിറ്റി, സ്റ്റാർട്ട് മോണിറ്ററിംഗ്, ടോക്സിക് ഗ്യാസ് അനലൈസർ, പിന്നെ വന്നിട്ട് മൈക്രോമീറ്റർ ഉണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഗേജ് കണ്ടുപിടിക്കുന്നത് മൈക്രോമീറ്റർ. ഡൈക്ലോറോമീറ്റർ, അതായത് പ്ലാസ്റ്റിക് ഡീഗ്രേഡബിൾ ഉണ്ട്, അത് ഡീഗ്രേഡബിൾ ഉണ്ട്, നോൺ ബയോഡിഗ്രേഡബിൾ. ഡീഗ്രേഡബിൾ ആണോ അല്ലെങ്കിൽ അറിയാമെങ്കിൽ ചെക്ക് ചെയ്യാൻ പോലെ ഫസ്റ്റ് ഡൈക്ലോറോമീറ്റർ അത് പ്ലാസ്റ്റിക് ആണെങ്കിൽ ബയോഡിഗ്രേഡബിൾ. ഈ സൗണ്ട് ലെവൽ, അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ സൗണ്ടിൻ്റെ ഇമ്പ്രൂവ്
ചാർജുകൾ എത്രയാണെന്ന് ചെയ്യാൻ ഒരു സിവിൽ പേയ്മെൻറ്റ് പ്ലാനിങ് ഒരു വർക്കിലാണ്. അതുപോലെ ഇതൊരു ടൗൺഷിപ്പിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് അതിൻ്റെ ഒരു മിനിയേച്ചറാണ്. അതിൽ നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് വേസ്റ്റിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ലിക്വിഡ് വേസ്റ്റ് SCP വഴിയാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ബാക്കി മറ്റൊരു വേസ്റ്റ് എനർജി പ്ലാൻ അവിടെ ബയോഡീഗ്രേഡബിൾ നോൺ ബയോഡീഗ്രേഡബിൾ ബയോഡീഗ്രേഡബിൾ സെഗ്രിഗേഷൻ ഉണ്ട്. സെഗ്രിഗേഷൻ നടത്തിയിട്ട് ബയോഗ്യാസ് ഉണ്ടാക്കി നോൺ ബയോഡീഗ്രേഡബിൾ ആയിട്ട് വരുന്നതിന് ലാൻഡ് ഉണ്ടായിരുന്നു. വെച്ചിരിക്കുകയാണ്. അപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഡീറ്റെയിലായി നമുക്കൊന്ന് ചോദിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു സ്ഥാപനമാണ്. ഇത് നമ്മളെ പ്രാചീന മനുഷ്യനിൽ നിന്ന് ആധുനിക മനുഷ്യനിലേക്ക് നമുക്ക് എന്തൊക്കെ ടെക്നോളജിയിൽ എന്തൊക്കെ മാറ്റം ഉണ്ടായി, അവൻ്റെ ശരീരത്തിലുണ്ടായ മാറ്റമാണ് നമ്മൾ വരുന്ന തോന്നിയലുകളാണ് കള്ള് ബോള് എന്തൊക്കെ മാറ്റം ഉണ്ടാകും നമ്മൾ നേരത്തെ കണ്ടു. ഇവിടെ നമ്മൾ നോക്കുന്നത് പറഞ്ഞാൽ ഓരോ ടെക്നോളജിയും കൂടെ കൊണ്ടുവരാൻ തുടങ്ങി. ആ ടെക്നോളജിയിലാണ് ഇവിടെ കാണുന്നത്. ഉദാഹരണത്തിന് ആദ്യം ചുമർചിത്രങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതായത് ആശയ കൈമാറ്റത്തിന് വേണ്ടി ഉപയോഗിച്ച ചുമർചിത്രങ്ങൾ ഉപയോഗിച്ചു. തൊട്ട് പിന്നാലെ ആയുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. അതിനുശേഷം കൃഷി ചെയ്യാൻ തുടങ്ങി. ഈ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനുഷ്യനിൽ സമൂഹമായിട്ട് ജീവിക്കാനുള്ള ചിന്ത വരുന്നത്. അന്ന് വരെ മനുഷ്യന് സമൂഹമായിട്ട് ജീവിക്കുമെന്നുള്ള ചിന്തയില്ലായിരുന്നു. പിന്നെ കൃഷി ചെയ്ത് ആരംഭിച്ചപ്പോൾ തന്നെ സമൂഹമായിട്ട് ജീവിക്കാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ അവർ ചക്രങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. ചക്രങ്ങൾ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗതാഗതമാണ് ഉപയോഗിക്കും. തൊട്ട് പിന്നാലെ ഒരു പാർപ്പിടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. പാർപ്പിടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് താമസിക്കാനും അവരുടെ ലോക്കർ റൂമുകളുടെയായിരുന്നു. അതായത് ഇവിടെ നിൽക്കുന്ന വിളകൾ അവരുടെ സമ്പാദ്യം എല്ലാം കൂടെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള റൂമുകളായിരുന്നു. അതിനുശേഷം അവർ പാർപ്പിടങ്ങളായപ്പോൾ തന്നെ അവരിൽ ഭാഷയില്ലായിരുന്നു. അവർ ലിപി കൊണ്ടുവരികയും ഒരു ഭാഷയിലോട്ട് അവർ മാറുകയും ചെയ്തു. അതിനുശേഷം ഗണിതത്തിലോട്ടെത്തി ഗണിതത്തിന് പഠനം തുടങ്ങി. ആ ഗണിതത്തിന് പഠനം തുടക്കത്തിൽ തന്നെ പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാൻ തുടങ്ങി. അന്ന് വരെ മനുഷ്യൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ഒരു പരന്നെന്നാണ് വിശ്വസിക്കുന്നത്. അന്ന് ഗോളാകൃതിയാണെന്ന് ഗലീലിയോ പോലെ ശാസ്ത്രന്മാർ പറയുകയും അന്ന് ആ പ്രസ്താവന അവർ സമൂഹം അംഗീകരിച്ചില്ല. പിൽക്കാലത്ത് ഇത് അംഗീകരിക്കുകയുണ്ടായി. തൊട്ടടുത്ത് ഊർജ്ജസ്രോതസ്സുകളെ കുറിച്ച് അറിയാൻ തുടങ്ങി. ഇവിടെ നമുക്ക് എനർജി കിട്ടുമെന്നുള്ളത് നമ്മുടെ ജീവിതചക്രം അതിൻ്റെ കാര്യം പറയുന്നത് എന്നാൽ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, മനുഷ്യരുടെ ജീവിതത്തിൽ വന്ന വ്യതിയാനങ്ങൾ, മാറ്റങ്ങൾ, കാലങ്ങൾ വരുത്തിയ മാറ്റങ്ങൾ. ഇത് നമ്മളിന്ന് പറയുന്നത് ഫിസിക്സ് ഭൗതിക ശാസ്ത്രത്തിൽ തൊട്ട് പിന്നാലെ ഐസക് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ ആവിഷ്കരിക്കുന്നത്. 3 ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചു. അതോടൊപ്പം തന്നെ രസതന്ത്രമായിരുന്നത് കെമിസ്ട്രി, ജീവശാസ്ത്രം, ബയോളജി. നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ എല്ലായിടത്തും നവോത്ഥാനങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ വ്യവസായശാലകൾ ഉയരാൻ തുടങ്ങി. പൽചക്രങ്ങളായിരുന്നെങ്കിൽ അത് പതുക്കെ ഇലക്ട്രോണിക്സിലോട്ട് മാറി. ഇലക്ട്രോണിക്സ് മേഖല വരാൻ തുടങ്ങി. അടുത്തത് ഫിസിക്സിന് തന്നെ അടുത്തൊരു തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ശാസ്ത്രകാര്യമാണ്. അതായത് നമ്മുടെ ഡെൽറ്റ എൻതാൽപ്പി, നമ്മുടെ ഹീറ്റ് ചേഞ്ച് കൊണ്ട് എന്തുകൊണ്ട് നമ്മൾ ആപ്ലിക്കേറ്റ് ചെയ്യാമെന്നുള്ള ചിന്ത വരികയും തൊട്ട് പിന്നാലെ വന്ന് ക്വാണ്ടം തിയറി വന്നു. അതായത് ക്ലിനിക്കൽ ഫിസിക്സിന് ചില കാര്യങ്ങൾ പ്രസ്താവിക്കാൻ പറ്റാതെയായി. ആ സമയത്ത് ഈ തിയറിയിലൂടെ പ്രസ്താവന നടത്താൻ തുടങ്ങി. അതിനുശേഷം മോളിക്കുലാർ ബയോളജി, നമ്മൾ ഇന്ന് കാണുന്ന DNA, RNA എല്ലാം തന്മാത്രകളെ കുറിച്ചുള്ള പഠനം തുടങ്ങി. അന്ന് മനുഷ്യൻ ചുമർചിത്രങ്ങൾ ഉപയോഗിച്ചെങ്കിൽ ഇന്ന് ഉപയോഗിക്കുന്നത് IT, ഇൻഫർമേഷൻ ടെക്നോളജി. അതിനുശേഷം വന്ന് നിൽക്കുന്നത് ജനറ്റിക് എഞ്ചിനീയറിംഗ്. കുറേ മനുഷ്യർ സയൻസ് ഉപയോഗിച്ചുകൊണ്ട് ചുമർചിത്രങ്ങളിൽ നിന്ന് ജനറ്റിക് എഞ്ചിനീയറിംഗിലെത്തിയപ്പം കുറേ പേര് സയൻസ് വേറെ രീതിയിൽ ഉപയോഗിച്ചു. അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് പിക്കാസോ വരച്ച ഗുർറിക എന്ന് പറഞ്ഞ ചിത്രമാണ്. ഈ ചിത്രം പറയുന്നത് ആൻറ്റിവാർ, ഒരു യുദ്ധത്തിൻ്റെ തീവ്രത പറഞ്ഞു തരുന്ന ചിത്രമാണ്. അതായത് സയൻസ് ഉപയോഗിച്ച് ചുമർചിത്രങ്ങളിൽ നിന്ന് IT-ലോട്ടും ജനറ്റിക് എഞ്ചിനീയറിംഗിലോട്ടും എത്തിയപ്പം കുറേ പേര് സയൻസ് ആറ്റം ബോംബുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് വേറെ രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. ഇത് പഠിക്കേണ്ട മനുഷ്യരെ തന്നെ സയൻസ് ഉപയോഗിച്ച് ഇല്ലാതാക്കാൻ പറ്റും. ഒരു വരുമാനം വേണ്ടേ, അതിന് വ്യവസായശാലകൾ വേണ്ടേ എന്നൊരു ജനത ചോദ്യം ഉന്നയിക്കാൻ തുടങ്ങി. ഈ ചോദ്യം ഉണ്ടാകുന്നത് നോർത്ത് ഈസ്റ്റ് മിഷൻസ്, മാവൂർ ഐൽസ് പോലുള്ള കമ്പനികൾ കേരളത്തിലുണ്ടാകും. ഈ കമ്പനികൾ കെമിക്കൽ ഫാക്ടറി ആയതുകൊണ്ട് തന്നെ ഇവരുടെ വേസ്റ്റ് ചാലിയാർ എന്ന് പറഞ്ഞ പുഴയിലോട്ട് ഒഴുക്കാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ മത്സ്യസമ്പത്ത് ഇല്ലാതാകാൻ തുടങ്ങി. അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക്, കന്നുകാലികൾക്ക് രോഗാവസ്ഥകൾ വരാൻ തുടങ്ങി. ഇത് മനസ്സിലായിക്കൊണ്ട് കേരളത്തിന് ഭൂപ്രകൃതിക്ക് അനുസൃതമായ കമ്പനികളും വ്യവസായങ്ങളുമാണ് വേണ്ടതെന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടി പോരാടുകയും അത്തരം കമ്പനികൾ എന്ത് ചെയ്തു നിർത്തലാക്കുകയും ചെയ്തു. അന്ന് ആൾക്കാർ ചോദിച്ചാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തൊഴിലും വ്യവസായവും പറയുന്നത്. അപ്പോൾ അന്ന് ഒരു ബദൽ മാർഗം കണ്ടുപിടിക്കാൻ വീണ്ടും തുടങ്ങി. അതിന് ഉദാഹരണമാണ് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ എക്കോ ടൂറിസം നമ്മുടെ കൊച്ചു കേരളത്തിലായ തെന്മലയിലാണ് വന്നത്. അപ്പോൾ ടൂറിസം മേഖലയിൽ പ്രകൃതിയുമായി ചേർത്തുകൊണ്ട് നമ്മൾ വ്യവസായങ്ങൾ വരാൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മളെ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും IT പാർക്കുകൾ. അതായത് ഈ ഫാക്ടറി ഉണ്ടാക്കുന്ന 100% മാലിന്യം മാത്രമേ നമ്മുടെ ഈ ഒരു IT പാർക്കുകളും വലിയ കെട്ടിടങ്ങൾക്കും ഉണ്ടാകുള്ളൂ. അപ്പം നമ്മുടെ ഭൂപ്രകൃതിക്ക് അനുസൃതമായ വ്യവസായങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിക്കും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളെ
തൊഴിലാളികൾക്ക് വ്യവസായവും കിട്ടും, നമ്മുടെ പ്രകൃതി സംരക്ഷിക്കും. വൈറസുകളുടെ ഒരു പവലിയനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അറിയാമല്ലോ, പണ്ടൊന്നും നമുക്ക് വൈറസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് പോലും നമ്മൾ അധികം ചിന്തിക്കാറില്ല. ഇപ്പോൾ നമ്മൾ പേടിയോടുകൂടി ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കുകയാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് നമ്മുടെ ഈ വൈറസ് എന്ന് പറയുന്നതിൽ ആദ്യം നമ്മൾ ഭയന്നത് നിപ്പ വൈറസാണ്. അതുപോലെയുള്ള പല പല വൈറസുകൾ കോവിഡിൽ വന്ന് നിൽക്കുന്ന ഈ ഒരു വൈറസുകളുടെ പല പല വകഭേദങ്ങളെക്കുറിച്ചാണ് ഇതിനെക്കുറിച്ച് ഇവരോട് ഡീറ്റെയിലായിട്ട് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിസ്റ്റ് ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട രീതികൾ ഗവേഷണം കൂടാതെ ഞങ്ങൾക്കൊരു ഡയഗ്നോസ്റ്റിക് കഴിയണം. അടുത്ത് പലതരം പബ്ലിക് സെൻറ്റേഴ്സ് അങ്ങനെ ശേഖരിക്കുന്ന വൈറസുകളുടെ ഡെപ്പോസിറ്ററി ഞങ്ങളിവിടെ ഉണ്ടാക്കിയിട്ട് ഭാവി ഗവേഷണങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഇതല്ലാതെ ഞങ്ങൾക്കൊരു 6 പ്രധാനപ്പെട്ട ഗവേഷണ മേഖലകളുണ്ട്. ഒരു വൈറസ് വാക്സിൻസ്, വൈറസ് ആപ്ലിക്കേഷൻ, വൈറസ് 6 ശാസ്ത്രമുണ്ട്. അപ്പോൾ അതിലെല്ലാം പലതരത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോളിൽ ഞങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഈ ഫെസിലിറ്റിയെ പറ്റി ഇതിനെയൊക്കെ സംസാരിക്കുന്ന ഡോക്ടർമാരുടെ സയൻസ് ശരിക്കും 2 തരത്തിലുള്ള സംഭാവനയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അത് 2 തരത്തിലുള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതൊക്കെയാണ് സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന വൈറസുകളെ പറ്റിയുള്ള ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളത് മറ്റൊരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഒന്നാമതാണ് നിപ്പ വൈറസ്. നിപ്പ വൈറസ് ആൾക്കാർ കൂടുതലില്ലേ ജനകീയമാവുന്ന നിപ്പ വൈറസ് വൈറസുണ്ടാകും. നിപ്പ വൈറസിൻ്റെ അതെങ്ങനെ വരുന്നു, എങ്ങനെ പകരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ, എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് അതിന് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു 5 വൈറസുകൾ. വേറൊരെണ്ണമാണ് ഇബോള വൈറസ്. ഇബോള എന്ന് പറയുന്നത് വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്നത്. ഇന്ത്യയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ എബോളയും നിപ്പയുമാണ് വൈറസുകളിൽ ഏറ്റവും അപകടകാരികൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള വൈറസുകളാണ് ഈ റാബീസ് വൈറസ്, അതിൻ്റെ പേവിഷബാധ ഉണ്ടാക്കുന്ന വൈറസ്, സിക്ക വൈറസ്. അത് ഈ ഡെങ്കി വൈറസിന് അതേ തരം കൊതുകുകൾ തന്നെയാണ് സിക്ക വൈറസ്. ഒരു വ്യത്യസ്തമായ സ്റ്റോളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ പറ്റിക്കാനായിട്ട് ഒരു വെച്ചിരിക്കുന്ന ഒരു സ്റ്റോളാണ്. കുട്ടികൾക്ക് പറ്റിക്കാനല്ല, ഒരു കൗതുകം ഇത് കാണുമ്പോഴത്തേക്ക്. ഇതെല്ലാം പക്ഷെ നമ്മൾ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് 2 പേർ അവരുണ്ടാക്കിയതായി ഈ സംഭവങ്ങളെല്ലാം. ഓരോ സംസ്ഥാനത്തിന് എനിക്ക് വന്നപ്പോഴത്തേക്ക് തോന്നിയത് ഓരോ സംസ്ഥാനത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതല്ല, കുട്ടികൾക്കായിട്ട്. അപ്പോൾ ഇവർ അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽഡായിട്ട് പറയും. കുട്ടികൾക്ക് കാണുമ്പോൾ ഇൻട്രസ്റ്റ് തോന്നാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയ ആൾ അവർ വേറെ കൈ ഇത് കൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. ഇത് ജസ്റ്റ് അവരുടെ ഐഡിയയും കാര്യങ്ങളാണ്. അതാണ് മെയിനായിട്ടുള്ള ഒരു ഭാഗമുള്ളത്. മാതാവള കുഴി എന്ന് പറഞ്ഞൊരു ഇത് ഒരു ഏടി ഇൻഫൈനൈറ്റായിട്ട് താഴ്ക്കുന്നത് ഒരു കസാര ഒപ്റ്റിക്കലും തലകുത്തി നിൽക്കുന്നത് കസേര സംഭവമാണ്. നമ്മൾ ഒരു സൈഡിൽ കൂടെ നോക്കുമ്പോൾ കസേര ടൈറ്റായിട്ട്, അതേസമയം നമ്മൾ അപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ കസേര തലകുത്തി നോക്കും. അതൊരു വിഷനാണല്ലേ, ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. ആഗ്രഹം കണ്ടു നോക്കിക്കേ. കടൽ തീരത്ത്